നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കേൾക്കുമ്പോൾ ഒരു ചെറിയ വാർത്തയാണെന്ന് തോന്നാം, പക്ഷേ ഇത് അതീവ ഗൗരവമുള്ളൊരു സംഭവമാണ്. കാസർഗോഡ് കാഞ്ഞങ്ങാട് ഈ കഴിഞ്ഞ ദിവസം നടന്ന ഒരു സംഭവം. ഒരു 46-കാരൻ്റെ ലൈംഗിക അവയവത്തിൽ മെറ്റൽ നട്ട് കുടുങ്ങുന്നു. സാധാരണ വാഷറിനൊക്കെ ഉപയോഗിക്കുന്ന മെറ്റൽ നട്ടാണ്. 1.5 ഇഞ്ച് വ്യാസമുള്ള മെറ്റൽ നട്ട്. അതുകൊണ്ട് തന്നെ സാധാരണ നോട്ടത്തിൽ ലൈംഗികാവയവത്തിൽ ഇത് കുടുങ്ങുമെന്നൊന്നും അത്ര കണ്ട് പ്രതീക്ഷിക്കില്ല. ചൊവ്വാഴ്ച രാത്രി 8 മണിയോടെ ഈ 46-കാരനെയും കൂട്ടി ബന്ധുക്കൾ ചികിത്സയ്ക്കായി കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലെത്തി. ഡോക്ടർമാരും ആശുപത്രിയിലെ മറ്റ് സ്റ്റാഫുമൊക്കെ ഓടിക്കൂടി. 2 ദിവസമായി മെറ്റൽ നട്ട് ലൈംഗികാവയവത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. മൂത്രം പോലും ഒഴിക്കാൻ മാർഗമില്ല. ആകെ പുളയുകയാണ് ഈ 46-കാരൻ. ഡോക്ടർമാർ പഠിച്ച പണി 18 നോക്കി. നട്ട് ഒരു തരത്തിലും ഊരിയെടുക്കാൻ കഴിയുന്നില്ല. പിന്നീടാണ് അടുത്ത സ്റ്റെപ്പ്. ഫയർഫോഴ്സിനെ വിളിച്ചു. ഡോക്ടർ തന്നെയാണ് ഫയർഫോഴ്സിനെ വിവരമറിയിച്ചത്. അഗ്നിരക്ഷാ സേനാംഗങ്ങൾ കട്ടറുമായി നേരെ ആശുപത്രിയിൽ പാഞ്ഞെത്തി. 1.5 മണിക്കൂറോളം പണിപ്പെട്ടാണ് ഒടുവിൽ ഫയർഫോഴ്സ് സേന ഈ നട്ട് ഒരുവിധമൊന്ന് കട്ട് ചെയ്തെടുത്തത്. ഒടുവിൽ അർദ്ധരാത്രിയോടെ നട്ട് മുറിച്ചു മാറ്റി. കട്ടർ ഉപയോഗിച്ച് നട്ട് മുറിച്ചു നീക്കുമ്പോൾ ചൂടാകുന്നത് കൊണ്ട് ലൈംഗികാവയവത്തിന് ക്ഷതമേൽക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് ഡോക്ടർമാർ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടെ വെള്ളമൊഴിപ്പിച്ച് തണുപ്പിച്ച് നല്ല സമയമെടുത്ത് വേണം ഈ കട്ടർ ഉപയോഗിച്ച് ഈ നട്ട് മുറിച്ചു മാറ്റാൻ. ഏറെ സമയമെടുത്ത് ഈ നട്ടിൻ്റെ 2 ഭാഗവും മുറിച്ചു മാറ്റി. നട്ട് കുടുങ്ങി 2 ദിവസമെങ്കിലും കഴിഞ്ഞിരിക്കാമെന്നാണ് അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥർ പിന്നീട് പ്രതികരിച്ചത്. ലൈംഗികാവയവത്തിൽ കുടുങ്ങി നട്ട് യുവാവ് 2 ദിവസമായി സ്വയം ശ്രമിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് പറിച്ചെടുക്കാൻ. എന്നാൽ ഊരിയെടുക്കാൻ ഒരു മാർഗവുമില്ല. ഗത്യന്തരമില്ലാതെയാണ് ആശുപത്രിയിലെത്തിയത്. എന്നാൽ വിചിത്രമായ ഒരു വിശദീകരണമാണ് ഇതിന് യുവാവ് നൽകുന്നത്. മദ്യലഹരിയിൽ താൻ ബോധമില്ലാതെ കിടന്നപ്പോൾ അജ്ഞാതരായ ആരോ ആണ് നട്ട് തൻ്റെ ലൈംഗികാവയവത്തിൽ കടത്തിയിട്ട് കടന്നു കളഞ്ഞത് എന്നൊക്കെ യുവാവ് വിവരിക്കുന്നു. കേൾക്കുമ്പോൾ നിസ്സാരമെന്ന് തോന്നാം. 1.5 ഇഞ്ചുള്ള ഒരു മെറ്റൽ നട്ട് എങ്ങനെ ഈ ലൈംഗികാവയവത്തിൽ ഇങ്ങനെ കുടുങ്ങുന്നു? ഇത് സംബന്ധിച്ച മെഡിക്കൽ റിപ്പോർട്ടുകൾ പരിശോധിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാകും. ഒരിക്കൽ ഇത്തരമൊരു നട്ട് ലൈംഗികാവയവത്തിൽ കുടുങ്ങിയാൽ പിന്നെ ഊരിയെടുക്കുക അത്ര എളുപ്പമല്ല. മെഡിക്കൽ സയൻസ് പോലും പല സാഹചര്യങ്ങളിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. ആഫ്രിക്കയിലാണ് ഇത്തരം കൂടുതൽ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ആഫ്രിക്കയിൽ തന്നെ കൊച്ചുകുട്ടികൾക്കാണ് ഇത്തരം ദുര്യോഗങ്ങൾ അധികം സംഭവിച്ചിരിക്കുന്നത്. ഇതൊരു യൂറോളജിക്കൽ അടിയന്തരാവസ്ഥയെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഇത്തരം സാഹചര്യങ്ങൾ പെട്ടെന്ന് തന്നെ നേരിടണം. മെഡിക്കൽ സയൻസിൽ ഇതിന് പ്രതിവിധികളില്ല. അഗ്നിരക്ഷാസേനയുടെ പക്കലുള്ള കട്ടർ ഉപയോഗിച്ച് മാത്രമേ ഇത്തരം നട്ടുകൾ മുറിച്ചു മാറ്റാൻ കഴിയൂ. എന്നാൽ അതൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്യേണ്ടതുണ്ട്. 2 ദിവസം മൂത്രം പോലും ഒഴിക്കാതെ ഈ യുവാവ് പിടിച്ചു നിന്നു എന്ന് പറയുന്നിടത്താണ് ഇത്രയധികം അത്ഭുതം. യൂറോളജിസ്റ്റിനോ മറ്റു ഡോക്ടർമാർക്കോ ഒക്കെ ഇത്തരം സാഹചര്യങ്ങൾ നേരിടുക ദുഷ്കരമാണ്. എന്നാൽ ഡോക്ടർമാരുടെയും മെക്കാനിക്കിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ച് ഇത്തരം പ്രോസസ്സ് നടത്താവൂ എന്ന് മെഡിക്കൽ സയൻസ് പറയുന്നു. ഇൻഡസ്ട്രിയൽ മാനുവൽ സിസർ മെറ്റൽ കട്ടറാണ് ഇത്തരം സാഹചര്യങ്ങളിൽ സാധാരണ ഉപയോഗിക്കാറുള്ളത്. ലൈംഗികാവയവത്തിൽ ഇത്തരം നട്ടുകൾ കുടുങ്ങിയാൽ പെട്ടെന്ന് തന്നെ നീർവീക്കമുണ്ടാകും. പിന്നീട് രക്തം തിരികെ പോവുക അസാധ്യമാണ്. അതാണ് ഇത്തരത്തിൽ ലൈംഗികാവയവത്തിൽ നട്ട് കുടുങ്ങിക്കിടക്കാനുള്ള സാഹചര്യം. ഇത്തരം സാഹചര്യങ്ങളിൽ ശസ്ത്രക്രിയ പോലും വിജയിക്കില്ല. ഏതു വിധേനയും നട്ട് മുറിച്ചു മാറ്റുക മാത്രമേ പ്രതിവിധിയായി മുന്നിലുള്ളൂ. ലൈംഗികാവയവത്തിൻ്റെ ശ്വാസം മുട്ടൽ എന്നാണ് ഇതിനെ മെഡിക്കൽ സയൻസ് വിശേഷിപ്പിക്കുന്നത്. ഇത് അത്യന്തം ഗുരുതരമായ അവസ്ഥയാണ്. മെറ്റാലിക് റിംഗ് സ്ട്രാങ്കുലേഷൻ എന്ന പദമാണ് സാധാരണ മെഡിക്കൽ സയൻസിൽ ഉപയോഗിക്കുന്നത്. സാധാരണഗതിയിൽ മുതിർന്നവരിലും കുട്ടികളിലുമൊക്കെ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകാം. ഇതൊരു ലൈംഗിക വൈകൃതമായി കണക്കാക്കപ്പെടുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽപ്പെട്ട രോഗികൾക്ക് മാനസികാരോഗ്യ വിദഗ്ധരുടെ വലിയ കൗൺസിലിംഗ് അനിവാര്യമാണ്. ഇല്ലെങ്കിൽ ഭാവിയിൽ ലൈംഗികമായുള്ള പ്രശ്നങ്ങൾ അവർ നേരിടേണ്ടി വരും. ലോഹവലയങ്ങൾ, ബാൻഡുകൾ, പൈപ്പുകൾ, കുപ്പികൾ, ലോഹം അല്ലെങ്കിൽ പ്ലാസ്റ്റിക് നൂലുകൾ അല്ലെങ്കിൽ എല്ലാ ആകൃതിയിലും വലിപ്പത്തിലുമുള്ള ലാറ്റക്സ് പോലെയുള്ള വസ്തുക്കളിൽ നിന്ന് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകാം. എന്നാൽ മെറ്റൽ റിങ്ങുകളും നട്ടുകളുമാണ് കൂടുതൽ അപകടകാരി. കുട്ടികൾ സാധാരണയായി റബ്ബർ ബാൻഡ് പോലുള്ള സംഭവങ്ങളിൽ പെടാറുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ മുതിർന്നവർ ഇടപെട്ട് രക്ഷപ്പെടുത്താൻ കഴിയും. ലോഹമല്ലാത്ത എന്ത് വസ്തുക്കളാണെങ്കിലും ഏതെങ്കിലും വിധത്തിൽ പെട്ടെന്ന് തന്നെ നീക്കം ചെയ്യാൻ കഴിയും. എന്നാൽ ലോഹമാണെങ്കിൽ കുടുങ്ങിയത് തന്നെ.
ലോഹവസ്തുക്കൾ കൊണ്ടുള്ള ഇത്തരം ട്രാപ്പുകൾ നേരിടാൻ ശസ്ത്രക്രിയാ സമീപനത്തിന് മിക്കവാറും കഴിയാറില്ല. അതുകൊണ്ട് തന്നെ യൂറോളജി തിയേറ്ററുകളിൽ വ്യാവസായിക ഉപകരണങ്ങൾ കൂടി അനിവാര്യമാണ്. എന്നാൽ അവ ഉപയോഗിക്കാനുള്ള കഴിവും വൈദഗ്ധ്യവുമൊന്നും ഡോക്ടർമാർക്കുണ്ടായി എന്ന് വരില്ല. അവിടെയാണ് അഗ്നിരക്ഷാ സേനാ ഉദ്യോഗസ്ഥരെ പെട്ടെന്ന് വിളിച്ചു വരുത്തേണ്ടത്. നല്ല ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ വേണം ഇത്തരം സാഹചര്യങ്ങൾ നേരിടാൻ. സാധാരണഗതിയിൽ ഇത്തരം രോഗികൾക്ക് ജനറൽ അനസ്തേഷ്യ നൽകിയാണ് ഈ പ്രോസസ്സൊക്കെ നടത്തുന്നത്. പക്ഷെ കേരളത്തിൽ വളരെ പ്രാകൃതമായ തലത്തിൽ ഡോക്ടർമാരും അഗ്നിശമന സേനാംഗങ്ങളുമൊക്കെ വട്ടം കൂടി നിന്ന് കട്ടർ ഉപയോഗിച്ച് നട്ട് അങ്ങ് കട്ട് ചെയ്ത് മാറ്റി. അത്യന്തം ഗുരുതരമായ ഇത്തരം അവസ്ഥാവിശേഷങ്ങൾ ഗൗരവത്തോടെ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കാഞ്ഞങ്ങാട്ടെ ഈ 46-കാരനും സംഭവിച്ച ഈ ദുരന്തം ഒരു വാർത്തയാക്കി നമ്മൾ അവതരിപ്പിക്കുന്നതും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.